ബിരിയാണി എപ്പോഴും ടേസ്റ്റി ആയിട്ട് നമുക്ക് തോന്നുന്നത് അതിൻ്റെ റൈസിനും കൂടി ആ ഒരു ഫ്ലേവർ ഉണ്ടാകുമ്പോഴാണ്. നമ്മൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോഴും പ്രോൺ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ആ ഒരു ഫ്ലേവർ റൈസിന് കിട്ടണമെങ്കിൽ ഒരു സീക്രട്ട് ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ റെസിപ്പിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ 2 കപ്പ് ജീരകശാല റൈസ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഒരുപാട് ഇട്ട് റൈസ് കുതിർക്കേണ്ട കാര്യമില്ല. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, ഒരു അര സവോളയും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള സാധനം പ്രോണിൻ്റെ തലയാണ് കേട്ടോ. അറിയാവുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അത് നന്നായിട്ടൊന്ന് വഴറ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് 2 കപ്പ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് അതിൻ്റെ ഫ്ലേവറൊക്കെ നമുക്ക് ആ വെള്ളത്തിലേക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് നന്നായിട്ട് ബോയിലാവണമെന്ന് പറഞ്ഞത്. ഇനി നമുക്കതിൽ നിന്നും പ്രോണിൻ്റെ തലയെടുത്ത് മാറ്റാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ തലയെടുത്ത് മാറ്റാം, അതല്ല എങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ വെള്ളം എടുത്ത് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയെല്ലാം അതിൻ്റെ അകത്ത് നിന്ന് ഒഴിവാക്കാം. കാരണം ഓൾറെഡി അതിൻ്റെ ഫ്ലേവറൊക്കെ വെള്ളത്തിലുണ്ടാവും. അപ്പം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. തിരിച്ച് ആ വെള്ളം തന്നെ നമുക്ക് റൈസിടാനായിട്ട് എടുക്കാം. ഞാനിപ്പോൾ പ്രോണിൻ്റെ തല മാത്രമാണ് എടുത്ത് മാറ്റിയത്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ റൈസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കട്ട പിടിക്കാതിരിക്കാനാണ്. ഇപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ അത് കട്ടയൊന്നും പിടിക്കില്ല. ചിലർ നാരങ്ങ നീരൊക്കെ ഒഴിക്കുന്ന കാണാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ഇട്ട് അടച്ച് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പ്രോൺ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മാരിനേറ്റ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ഇനി മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് റൈസൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇനി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ആ ഒരു നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ആ റൈസിന് കേട്ടോ. ഞാനൊരു 10 മിനിറ്റത്തേക്ക് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ബാക്കിയോടെ സെറ്റാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് പ്രോൺ ഫ്രൈ ചെയ്യാം. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു 90% മാത്രം നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. കംപ്ലീറ്റ് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ മസാലയുടെ ടേസ്റ്റ് പ്രോണിൽ പിടിക്കില്ല. അത് കാരണം 90% മാത്രം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം പ്രോണിന്. ഞാൻ പ്രോണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇനി നമുക്ക് അത് ഫ്രൈ ആയി വരുന്ന സമയത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ച് മാറ്റി വെക്കണം കേട്ടോ. ഇഞ്ചി കൂടിപ്പോകാണ്ട് ശ്രദ്ധിക്കണം. കാരണം ഇഞ്ചിയുടെ ടേസ്റ്റ് മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബിരിയാണിക്ക് ഒരു കുത്തലുണ്ടാവും. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടുന്ന ഉള്ളിയാണ് ആദ്യം ഞാൻ ചേർത്തത്. അപ്പം ഒരുപാട് ഇങ്ങനെ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം സെയിം ഇതിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് കുറച്ച് കിസ്മിസ് ഇട്ടിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, വറുത്ത് മാറ്റി വെച്ചു. നട്ട്സ് ഉള്ളവർ അതും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ തീർന്നു പോയിരുന്നു കേട്ടോ. ഞാനൊരു 4 സവോള എടുത്തിട്ടുണ്ട്. 4 സവോള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ അകത്ത് വഴണ്ടി വന്നതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ നമ്മൾ ചതച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി പച്ചമണം മാറുമ്പോഴത്തേക്ക് 2 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം 2 തക്കാളിയാണ്, കുറച്ച് വലിയ തക്കാളിയാണ് എടുത്തത് കേട്ടോ. അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം വരെ എടുക്കുക കേട്ടോ. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴണ്ട് വരണം. കാരണം നമുക്കിനി വേറെ വറ്റിച്ചെടുക്കാൻ അങ്ങനെയൊന്നും ഇല്ലാത്ത കാരണം പ്രോണിനൊന്നും ഇനി വറ്റിക്കാനൊന്നുമില്ല. അപ്പോൾ അത് കാരണം ഈ സമയം തന്നെ നന്നായിട്ട് തക്കാളിയൊക്കെ വഴറ്റിയെടുക്കുക. 1 പിടി പുതിനയിലയും 1 പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ പ്രോണൊക്കെ ഇട്ട് വെക്കുമ്പം ഒരുപാട് മല്ലിയും പുതിനയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ടേസ്റ്റൊക്കെ മാറിപ്പോകും കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുക. അതുകൊണ്ടാണ് കുറച്ച് മാത്രം മല്ലിയും പുതിനയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മുടെ പ്രോൺ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി മസാല 2 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ സമയത്ത് മാത്രമാണ് മസാല ചേർത്ത് കൊടുത്തിട്ട്. പ്രോണിൽ വേറെ മസാല, നമ്മൾ ഗരം മസാല അങ്ങനത്തെ ബിരിയാണി മസാല ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതാണ് 2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രോണും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കണം. കാരണം ആ ഒരു ഫ്ലേവറെല്ലാം പ്രോണിൽ പിടിക്കണം. മസാലയുടെ ഫ്ലേവറെല്ലാം പ്രോണിൽ പിടിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ.
ഇനി 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം വേറൊന്നും ഇതിൻ്റെ അകത്ത് ഇനി ചേർക്കാനില്ല. ഇനി ഒരിത്തിരി നാരങ്ങാനീരും കൂടെ ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ നാരങ്ങാനീര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് പുളിയുള്ളതാണെങ്കിൽ കുറച്ച് ചേർക്കുക. അപ്പം അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കട്ടോ. ഞാൻ ഇതിനകത്ത് തൈര് ചേർത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് നാരങ്ങാനീര് ചേർത്തത്. ഇനി ഇതാ നമ്മുടെ പ്രോൺ മസാല സൂപ്പറായിട്ട് റെഡിയായിട്ട് വന്നിട്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇതാ നമുക്ക് റൈസും സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. ഇപ്പം തന്നെ റൈസിന് നല്ല മണം വരുന്നുണ്ട്, ആ പ്രോണിൻ്റെ ആ ഒരു ഫ്ലേവർഫുള്ളായിട്ടൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ദമ്മിട്ട് വെക്കാം. ദമ്മിടെ നമുക്ക് ആദ്യം കുറച്ച് റൈസ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഗാർണിഷ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കണം കേട്ടോ. കംപ്ലീറ്റ് ഇട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ഉള്ളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റും അതൊക്കെ അതിലേക്ക് ആ റൈസിലേക്ക് വരുമല്ലോ, അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള റൈസും കൂടിയിട്ട് അതിനെ നന്നായിട്ട് ഇനി ദമ്മ് ചെയ്യണം. ബാക്കി ഇതാ ഗാർണിഷ് ചെയ്യാൻ എടുത്ത് വെച്ച ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ദമ്മ് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് തൊട്ട് 15 മിനിറ്റ് വരെ മാത്രം അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിലിട്ട് വെക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലേവർ ഒരു പാക്കായിട്ട് മാറും കേട്ടോ. നല്ല മണം വരുന്നുണ്ട് തുറക്കുമ്പോൾ തന്നെ. അടിപൊളിയായ ബിരിയാണിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളും. വളരെ സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കാനും. അടിപൊളി ബിരിയാണിയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് റൈത്തയും ഒരു പപ്പടം ഉണ്ടെങ്കിൽ പറയണ്ട, വേറെ ലെവലാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.